നിങ്ങളാണല്ലേ പേര് കേട്ട തമ്പാൻ? ഇല്ല 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 ഇല്ല. എനിക്ക് വേണ്ടത് കമ്മാരനെയല്ല, കുറുപ്പിനെയല്ല, നിന്റെ മകനെയുമല്ല. എനിക്ക് വേണ്ടത് അവനെയാണ്. അണ്ണനാണല്ലോ മുങ്ങിയത്. ബക്കറ്റ് ഇവന്റെ തലകീറാ ചേരുന്നത്. അയ്യേ, എന്റെ ബക്കറ്റ് മിസ്സായതണ്ണ. ചിറ്റയുടെ മോനെ. ഓ, പാവം, ഇവന് നന്നായിട്ട് കിട്ടി. നിനക്കൊന്നും പറ്റാഞ്ഞ നന്നായി. നിനക്ക് കിട്ടുന്ന കത്ത് കസ്റ്റു ഞങ്ങൾക്ക് കുത്തും ചോട്ടും. അല്ലല്ലോ ഞങ്ങളൊന്നും തന്നെ ഇവിടെ ആർക്കും ചോദിക്കാൻ പറയാനില്ലല്ലോ. നിനക്കറിയോ ആ വൈദ്യരോടെ പറ്റിട്ട് ഇപ്പൊ നോട്ടീസ് അയച്ചിരിക്കാ. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഈ നിൽക്കുന്നതിൽ ഏത് ചണ്ണതൂറിയാടാ നിന്നെ തല്ലിയത്? ഈ നിൽക്കണ എല്ലാ ചണ്ണതൂറികളും എന്നെ തല്ലിയല്ലേ? കാണിച്ചാട്ടാ. അരെ തു ചക്ക. എന്തുവാടാ? അണ്ണന്റെ തന്തയ്ക്ക് വിളിച്ചാ തോന്നുന്നു. നോക്കി നിൽക്കാതെ തിരിച്ചു വിളിയണ്ണ. എന്താടാ വിളിക്കണ്ടേ? കുമാര, എന്തുവാടാ വിളിക്കേണ്ടത്? ബദ്മാഷ്. ബദ്മാഷ്. എന്ത് മാഷ്? ബദ്മാഷ്. ഈ ബദ്മാഷ് എന്ന് വിളിക്കണത് തളയ്ക്ക് വിളിക്കണം. മാഷ് തന്ത തന്ത തള്ളയല്ല. എങ്ങനുണ്ട്? വെറും ബദ്മാഷ അല്ല, അരെ തൂ ബദ്മാഷ്. ഇതവനും അറിയാലോ. നീ പോടാ ഊള. അണ്ണ അണ്ണനെ വിളിക്കുന്നു. ഊളെന്നോ? ആരാ വിളിച്ചത്? ചോട ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വിളിക്കണം. ഓ, വിളിച്ചാ നീ അങ്ങ് മലത്തും. പിന്നെ നിന്നെ എന്നാ വിളിക്കണോടാ? ബജറങ്കാന്ന പേര് മാറ്റി ആള് മാറോടാ. കള്ള ബിജു. എന്റെ പേര് ബജറംഗൻ. വിനയ, വടക്കും ഭാഗത്ത് പെമ്പിള്ളാരെ വളയ്ക്കാൻ കത്തും കാസറ്റും കിടിപിടിയായിട്ടുള്ള നിന്റെയൊക്കെ അഭ്യാസം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. നീയൊക്കെ ഇനി എന്ത് കസർത്ത് കാണിച്ചാലും ഇനിയും കൊടുക്കും. കത്തും കൊടുക്കും, ഈ കാസറ്റും കൊടുക്കും. ചോടയാണെങ്കിൽ നീ ഒന്ന് തടഞ്ഞു നോക്കും. പിന്നെ ഇതൊക്കെ ഒരു കലയല്ലേ ശ്രീ ബിജു. വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ ഈസ് 225555. അത് കലക്കി. 22 അണ്ണ 2255. നമ്പർ നോട്ട് ചെയ്ത് അവരെ പോയി പിടിക്കണോ? ഒന്നും നോക്കണ്ട, വിട്ടോടാ.
ചാഞ്ഞു നിൽക്കണം മാവേലത്തിരി എന്നോടൊപ്പം കേറി പറിക്കാൻ ഇനി കേറി വരും താഴെ നിന്നും വിളിച്ചോടെ എന്നോടൊപ്പം കേറി പറിക്കാൻ പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും തമ്മിലുള്ള ഈ കലാപരിപാടികൾ തുടങ്ങിയിട്ട് കാലം കുറേയായി. പെരുവത്തുകട ഉണരുന്നത് തന്നെ ഈ ആശാമാരുടെ ആക്രോശങ്ങൾ കേട്ടിട്ടാണ്. വിനയനും ബജ്രംഗനും കിളിപ്പീരും കോണിലളിയനും ഒക്കെ ഉൾപ്പെട്ട പെരുവത്തുകടവിന്റെ സംഭവ പരമ്പരകൾ ഇന്നും തുടരുന്നു. ഇനി വിനയകഥ. എന്റെ തേവരെ, പ്രേം നസീറിനെ പോലെ സുന്ദരനായ ഒരു ആൺകുഞ്ഞായിരിക്കണേ. ശ്രീദേവി ടോക്കീസിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു നമ്മുടെ ബാലേന്ദ്രൻ. അന്നൊരു റിലീസിംഗ് പടത്തിന്റെ പെട്ടി വരാൻ വൈകുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയിലായിരുന്നു. അച്ഛന്റെ പ്രേം നസീറേ. നസീറോ? പുഷ്പാഞ്ജലിക്ക് തന്നെയാണോ? അതെ, പ്രേം നസീർ ചോദ്യ നക്ഷത്രം. സിനിമ തലയ്ക്ക് പിടിച്ച ഓരോരോ നട്ടഭ്രാന്തുകളെ. ഇനി നിങ്ങളുടെ പേര് മാറുവാ മാധവിയെ. ഇങ്ങോട്ട് വാ. നാണം കിട്ട് തൊലി എരിയുവാ. എവിടെ ചെന്നാലും ഇത് തന്നെ. പഠിക്കലെ ഗോവിന്ദാരുടെ കൊച്ചുമോന്റെ പേരെ പ്രേം നസീർ എന്ന്. അവന്റെ ഒരു ഇലി കണ്ടില്ലേ? ദേ, ഇന്ന് മുതല് നിനക്ക് ഈ പേരും വേണ്ട, അച്ഛന്റെ സിനിമയും വേണ്ട. പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് മുതലേ നീ വിനയനാ, വിനയചന്ദ്രൻ. അച്ഛന്റെ കൂടെ സിനിമയും കിടക്കി നടന്നാലുണ്ടല്ലോ, മര്യാദക്ക് പഠിച്ചു വല്ല ജോലിയും നേടിക്കണം. ഇങ്ങോട്ട് വന്നേ. മലച്ചൊരിയു അനുരാഗ പൗർണമി. അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ. ഇഷ്ടായോ? സിനിമ കണ്ടോ? ഹായ്, നോക്കി കണ്ടോ? നസീറിനെ കണ്ടോ? ഇഷ്ടായോ? ബാലചന്ദ്രന്റെ മരണശേഷം കൊച്ചു വിനയൻ ശ്രീദേവി ടാക്കീസിലെ പ്രൊജക്ടർ ഓപ്പറേറ്ററായി. അച്ഛന്റെ ഓർമ്മകൾക്കൊപ്പം തന്നെ പ്രൊജക്ടറും ശ്രീദേവി ടാക്കീസും തന്റെ മനസ്സിലേക്ക് വിനയൻ ചേർത്ത് വെച്ചു. ഞാൻ ഇന്ന് ശരിയാക്കണം. അയ്യോ അയ്യോ അയ്യോ, ആടാ ഇവന്മാരെന്തായി കാണിക്കുന്നേ? എടാ വഴി. എടാ, ഇത് ഭഗവാന്റെ കാറാ. ഒന്ന് മാറാ. വാ പോവാ. അന്ന് പെരുവത്തുകടവിൽ സംഭവിച്ചത് 2 കാര്യങ്ങളാണ്. 1, വിനയൻ ശ്രീദേവി പ്രണയബന്ധത്തിന് തുടക്കം കുറിച്ചു. 2, പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും ബദ്ധശത്രുക്കളുമായി.